ഹലോ, ഇന്ന് ഈ കേക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ ഫോണ്ടൻ റോൾ ചെയ്തെടുക്കാം. ആവശ്യമായിട്ടുള്ള കളറൊക്കെ ആഡ് ചെയ്ത് ഫോണ്ടൻ റോൾ ചെയ്തെടുത്തു. ഇനി 5 പെറ്റൽസ് ഉള്ള ഈ കട്ടർ വെച്ചാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. സോ നമ്മൾ ആദ്യത്തെ ഫ്ലവർ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സൈസാണ് കേട്ടോ. അതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം സെറ്റാക്കി. ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വേണമെന്നുള്ളവർ ചോദിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ ഫൈനൽ കോട്ടിംഗ് പരിപാടിയിലോട്ട് കടന്നിരിക്കുകയാണ്. കേക്ക് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി സ്ലോ ആയിപ്പോയി, കാരണം നമുക്ക് സ്പീഡ് കൂട്ടാം. 10x ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഏകദേശം നമുക്ക് ഫിനിഷാക്കി കിട്ടി. ഇനി ഒരു ഫൈനൽ ടച്ച് ഇതും കൂടി കഴിയുന്നതോടുകൂടി നമുക്ക് കേക്ക് നല്ല സ്മൂത്താക്കി കിട്ടും. നമുക്ക് ടോപ്പർ പ്ലേസ് ആക്കാം. കസ്റ്റമർ നമുക്ക് റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നേ കേക്കിൻ്റെ ഡിസൈനിൻ്റെ. അതിൽ കാണുന്ന പോലെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ പ്ലേസ് ആക്കി. ഫ്ലവേഴ്സിൻ്റെ ടെക്സ്ചറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടോപ്പിൽ കാണുന്ന ഫോണ്ടൻ ഫിഗർ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഫ്ലവേഴ്സൊക്കെ അതുപോലെ പ്ലേസ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ടോപ്പർ എന്തോ ഒരു അഭംഗി പോലെ, അതുകൊണ്ട് ഞാൻ വേറൊരു ഡിസൈനിൽ ടോപ്പർ പ്ലേസ് ആക്കി. ആദ്യത്തെ ടോപ്പറാണ് സെക്കൻഡ് ടോപ്പറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. സോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കസ്റ്റമറിന് ഡെലിവറി ചെയ്തായിരുന്നു. കുറച്ച് കഴിഞ്ഞോടെ കസ്റ്റമറിൻ്റെ മെസ്സേജ് വന്നു, ഒത്തിരി ഇഷ്ടമായി, ഇനി ഒത്തിരി പേർക്ക് റെക്കമെൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ ഫെൽ സോ ഹാപ്പി. എനിക്കൊരു ഹോം ബേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ വാലിഡേഷൻസ് ആണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള മോട്ടിവേഷൻ.